LGS പരീക്ഷയുടെ പരിശീലന പരിപാടി ഗണിതം അതുപോലെ മെന്റൽ എബിലിറ്റി വിഭാഗത്തിലുള്ള 20 ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇത് 9ാമത്തെ ഭാഗമാണ്. അതായത് 180 ചോദ്യങ്ങൾ ഈ ഭാഗത്തിലടക്കം ഇതുവരെ വന്നിട്ടുണ്ട്. തുടങ്ങാം. 1ാമത്തെ ചോദ്യം. അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. രണ്ടാമത്തെ മകന് ഇപ്പോൾ 13 വയസ്സുണ്ടെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്ര? ചോദ്യം ഇതാണ്, അച്ഛന്റെ വയസ്സ്. അച്ഛന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ എന്താണ് വഴി? അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. ഓക്കെ, അതിന് സംഭവിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ അച്ഛന് ഇപ്പൊ എത്രയായി? 30 തൊട്ട് 38ആയി. രണ്ടാമത്തെ മകൻ ജനിച്ചു. ശരി, സമ്മതിച്ചു. രണ്ടാമത്തെ മകന് ഇപ്പോൾ 13 വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 38ന്റെ കൂടെ എന്ത് വന്നു? 13 കൂടി വന്നു. അച്ഛന്റെ വയസ്സ് എത്ര? 38ഉം 13ഉം 51 ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്തത്. ഒരു ജോലി ചെയ്തു തീർക്കാൻ എക്ക് 2 ദിവസം, ബിക്ക് 3 ദിവസം, സിക്ക് 6 ദിവസം എന്നിങ്ങനെ വേണം. അതേ ജോലി അവർ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? ചോദ്യം സിമ്പിൾ ആണ്, ഉത്തരവ് സിമ്പിൾ ആക്കാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ്. ഇതിനെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇവിടെ ഇപ്പൊ 2 ദിവസം, 3 ദിവസം, 6 ദിവസം, ഇങ്ങനെ 3 ദിവസത്തിന്റെ കണക്ക് തന്നിട്ടില്ലേ അല്ലേ? 2, 3, 6 ഇങ്ങനെ. ഇതിന്റെ ലസാഗു എടുക്കുക. അതെത്രയാ? അത് 6. ഈ ലസാഗു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇതൊരു ജോലിയുടെ കണക്ക്. നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണേ. മനസ്സിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയണം. ഞാനിവിടെ ബോർഡ് ചെയ്യുന്നു, പക്ഷെ എല്ലാവരും മനസ്സിലാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്തെന്താണ്? 2 ദിവസം, 3 ദിവസം, 6 ദിവസം എന്ന് പറഞ്ഞു. അതിന് 3ന്റെയും ലസാഗുവായിട്ട് 6 എടുത്തു. അതായത് ഇത് ഒരു ജോലി, 6 ജോലി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഏതൊക്കെയാണ്? എയും ബിയും പിന്നെ സിയും അല്ലേ? 6 ജോലി ഉണ്ടെങ്കിൽ എ, അതായത് അയാള് എക്ക് 2 ദിവസമാണ് വേണ്ടത് ഈ ജോലി ചെയ്യാൻ. ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും അല്ലേ? 6 ജോലിയുണ്ട്, 2 ദിവസം എടുക്കുന്നു. അപ്പൊ ഒരു ദിവസം 3 ജോലി. ബി ആണെങ്കിലോ? ബി 3 ദിവസം കൊണ്ടാ തീർക്കുക ബി. അപ്പൊ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 2 ജോലി ചെയ്യും. സിയോ 6 ദിവസം വേണം. 6 ജോലി ചെയ്യാൻ 6 ദിവസം വേണം. എന്നപ്പോ സി ചെയ്യുന്നത് ഒരു ദിവസം 1 ജോലിയാണ്. ഇവര് 3 പേരും കൂടി ചെയ്യുന്ന ജോലി എത്രയാ? 6. അപ്പം ഇവർക്ക് ഒരു ദിവസം എ 3 ജോലി, ബി 2 ജോലി, സി 1 ജോലി. ഇവര് 3 പേരും കൂടി എന്ത് ചെയ്യും? 6 ജോലി ചെയ്യും. എത്ര ദിവസം കൊണ്ട്? ഒരു ദിവസം. ചോദ്യം എത്ര ദിവസം കൊണ്ട് തീരുന്നല്ലേ? ഉത്തരം 1, ഒരു ദിവസം. ABCD എന്ന സമചതുരത്തിന്റെ വശത്തിന്റെ മധ്യബിന്ദുക്കൾ PQRS. PQRS എന്ന സമചതുരത്തിന്റെ മധ്യബിന്ദുക്കൾ MNOP ആണ്. MNOP-യുടെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആയാൽ ABCയുടെ ചുറ്റളവ് എത്ര? അപ്പൊ ABCD എന്ന് പറയുന്ന സമചതുരം, അതിനകത്ത് ഈ മധ്യബിന്ദുക്കൾ ചേർത്ത് മറ്റൊരു സമചതുരം, വീണ്ടും അതിന്റെ മധ്യബിന്ദുക്കൾ ചേർത്ത് മറ്റൊരു സമചതുരം, അതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 16 സെന്റിമീറ്റർ ആയാൽ വലിയ സമചതുരത്തിന്റെ ചുറ്റളവാണ് ചോദിക്കുന്നത്. സംശയിക്കേണ്ട, ഇതിന്റെ ഇരട്ടി അങ്ങ് എഴുതിച്ചാൽ മതി. എത്ര? 32 സെന്റിമീറ്റർ അതിന്റെ ചുറ്റളവ്. ഓക്കെ, അടുത്ത ചോദ്യം. 7 + 12 + 17 + 22 എന്ന ശ്രേണിയുടെ തുടർച്ചയായ 20 പദങ്ങളുടെ തുക 1090 എങ്കിൽ 10 + 15 + 20 എന്ന ശ്രേണിയുടെ തുടർച്ചയായ 20 പദങ്ങളുടെ തുക എത്ര? ചോദ്യം വായിക്കുമ്പോൾ ബേജാറുണ്ട്. ഇതെന്തൊരു ചോദ്യമാണ്, വലിയൊരു ചോദ്യമാണല്ലോ, ഒരുപാട് സമയം എടുക്കൂലേ അല്ലേ? നോക്കാം. എന്താ നോക്കുന്നത് അറിയോ? എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ?
അപ്പൊ രണ്ട് ശ്രേണി തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ശ്രേണി ഇതാണ് 7 + 12 + 17 + 22 പ്ലസ് എന്നിങ്ങനെ 20 പദങ്ങളുടെ തുക. ഇതെല്ലാം കൂടെ കൂട്ടിയാല് 1090. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? 10 + 15 + 20 പ്ലസ് അടുത്തെന്തായിരിക്കും? ഇത് 5 കൂട്ടും അല്ലെ? അപ്പൊ 25 പ്ലസ് എന്നിങ്ങനെ 20 പദങ്ങളുടെ തുക. സിമ്പിൾ ആയിട്ട് എങ്ങനെ? ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ പോരെ. ഇത് 7, ഇത് 10. എത്ര വ്യത്യാസം വന്നു? 3. ഇത് 12, ഇത് 15. ഇത് എത്ര വ്യത്യാസം വന്നു? 3. 17, 20 വ്യത്യാസം 3. അപ്പൊ ഇങ്ങനെ വ്യത്യാസം ഇങ്ങനെ കൂടി കൂടി വരുന്നത് എത്രയാണ്? 3 വീതമാണ്. അപ്പോ 20 പദങ്ങളാവുമ്പോ 3 ഗുണിക്കണം 20 ആണ് അല്ലെ? 60. ഇവ തമ്മിലുള്ള വ്യത്യാസം. അതായത് 1090 കൂടെ 60 കൂട്ടിയാൽ മതി. 1150. അതിന്റെ ഉത്തരം. എത്ര പെട്ടെന്ന് കഴിഞ്ഞു? ഇത് മനസ്സിൽ ചെയ്യാം. അടുത്തെന്താ? 1, 4, 9, 16, 25, 36. ഈ സംഖ്യാ പിരമിഡിലെ 7ാം വരിയിലെ ആദ്യത്തെ സംഖ്യ ഏതാണ്? 1, 4, 9, 16, 25, 36. ഈ സംഖ്യാ പിരമിഡിലെ 7ാം വരിയിലെ ആദ്യത്തെ സംഖ്യ ഏത്? അപ്പൊ ഇതിപ്പോ 1ാമത്തെ വരി, 2ാമത്തെ വരി, 3ാമത്തെ വരി, 4ാമത്തെ വരി, 5ാമത്തെ വരി, 6ാമത്തെ വരി, 7ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യാ? എന്താ ഇതിന്റെ പ്രത്യേകത? ഇതൊക്കെ വർഗസംഖ്യകളാണ് അല്ലെ? 1 ഏത് സംഖ്യയുടെ വർഗാണ്? 1ന്റെ അല്ലേ? ഇതോ 2, 3. അടുത്തത് 4, 5, 6. അടുത്തെന്ത് വരും? 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. അതായത് ഇതിലൊന്ന് 2, 3, 4, 5, 6. ഇപ്പം എത്ര വരിയായി? 6 വരിയായി അല്ലേ? അടുത്ത സംഖ്യ ഏതാ? 22. അതിന്റെ സ്ക്വയർ എത്രയാണ്? 484. 7ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയുടെ വർഗമാണ് 484. ഇതാണ് ഉത്തരം. അടുത്ത ചോദ്യം. 10 രൂപയുടെ പേന 11 രൂപയ്ക്കാണ് കച്ചവടക്കാരൻ വിറ്റത്. ലാഭ ശതമാനം എത്ര? 10 രൂപയുടെ പേന 11 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാല് എത്ര രൂപ ലാഭമുണ്ട്? 1 രൂപ ലാഭമുണ്ട്. എത്രക്ക്? 10 രൂപയ്ക്ക് 1. ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? അത് 100-ന്. 10-ന് 1 ആണെങ്കിൽ 100-ന് എത്ര വരും? 10. അപ്പൊ ലാഭ ശതമാനം 10%. അതാണ് അതിന്റെ ഉത്തരം. എക്സിന്റെ 90% വൈ, വൈയുടെ 80% സെഡ്. എക്സിന്റെ എത്ര ശതമാനമാണ്? ഇത് സിമ്പിൾ ആണ്. അതായത് 90-ന്റെ 80%. അങ്ങനെ വരിക. 90 ഗുണിക്കണം 80/100. 90 ഗുണിക്കണം 80 എത്രയാ? ഈ 2 0 കിട്ടുക. 100 കൊണ്ട് ഹരിക്കുമ്പോ 100 വരുമല്ലോ. ബാക്കി എന്തുണ്ട്? 9 ഗുണിക്കണം 8 എത്രയാണ്? 72%. അതാണ് അതിന്റെ ഉത്തരം. 19 പേന വാങ്ങിയാൽ 1 പേന വെറുതെ ലഭിക്കും. കിഴിവ് എത്ര ശതമാനം? ഈ ചോദ്യം ഒരു കൺഫ്യൂഷൻ ആണ് കേട്ടോ. അതിനോടെയാണ് തന്നിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ആകെ എത്ര പേനുണ്ട്? 19 1 20 പേനുണ്ട്. ആ 20-ൽ 1 എന്താണ്? വെറുതെ കിട്ടുന്നതാണ്. അങ്ങനെയാണ് എടുക്കേണ്ടത്. 19 പേന വാങ്ങിയാൽ 1 പേന വെറുതെ ലഭിക്കും എന്ന് പറഞ്ഞാൽ ആകെ 20 പേന. ആ 20 പേനയില് 1 പേനയാണ് വെറുതെ. 20-ൽ 1 ശതമാനം എന്താ? 20-ൽ 1 ശതമാനമാക്കുമ്പോ എത്ര വരും? 5% കിഴിവ്. എന്നാണ് ഇതിന്റെ ഉത്തരം. അടുത്തത്. ആനന്ദിന് 100 മീറ്റർ ഓടുന്നതിന് 11.5 സെക്കൻഡ് സമയം വേണം. അജിത്തിന് 12.5 സെക്കൻഡ്. ഫിനിഷിംഗിൽ അജിത്ത് ആനന്ദിനേക്കാൾ എത്ര പിന്നിലാണ്? അതിന് ആദ്യം നമ്മള് അജിത്ത്
ആനന്ദിനേക്കാൾ എത്ര സമയം പിന്നിലാണെന്ന് കണ്ടുപിടിക്കുക. അതിനൊന്നുമില്ല. 12.5 നിന്ന് 11.5 കുറക്കുക. എത്ര വരും? 1 സെക്കൻഡാണ് പിന്നിൽ. ഈ 1 സെക്കൻഡ് കൊണ്ട് അജിത്ത് എത്ര മീറ്റർ ഓടുന്നു മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് 100 ഹരിക്കണം 12.5, അതായത് 8 മീറ്റർ. 100നെ 12.5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 8 മീറ്റർ ആണ്. അതെങ്ങനെ കിട്ടിയത്? 100നെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടും. 25ന്റെ പകുതിയാണ് 12.5. അപ്പൊ അതിന്റെ ഇരട്ടി, 4ന്റെ ഇരട്ടി 8 മീറ്റർ. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് 81/0.2 ഗുണിക്കണം 81/0.3. ഭയങ്കര ചോദ്യമാണ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 81/0.2 ഇൻറ്റു 81/0.3. ഇത് ഗുണിക്കുമ്പോൾ, അതായത് ഒരേ സംഖ്യയാണ് അല്ലെ, 81 എന്താ ചെയ്യേണ്ടത്? നിയമം അനുസരിച്ച് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അതായത് 81/0.2 പ്ലസ് 0.3 എന്ത് വരും? 81/0.5. അതായത് 81/1/2. 0.5 എന്ന് പറഞ്ഞാൽ 1/2. 81/1/2 എന്ന് പറഞ്ഞാൽ എന്താ? അത് √81 ആണ്. √81 എത്രയാ? 50. ഇതാണ് അതിന്റെ ഉത്തരം. കിലോഗ്രാമിന് 50 രൂപ വിലയുള്ള വെളിച്ചെണ്ണയും 70 രൂപ വിലയുള്ള വെളിച്ചെണ്ണയും ഏത് അംശബന്ധത്തിൽ ചേർത്താൽ കിലോഗ്രാമിന് 55 രൂപ വിലയുള്ള വെളിച്ചെണ്ണ കിട്ടും? ഇവിടെ തന്നിട്ടുള്ള എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കിലോഗ്രാമിന് 55 രൂപ വിലയുള്ള വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഏത് അംശബന്ധത്തിൽ ചേർക്കണം എന്നാണ്. തന്നിട്ടുള്ള എന്താണ്? 50, 70. ഇത് നോക്കാം. നമുക്കിപ്പോ 100, 70 ആണെന്ന് വിചാരിക്കാം. ഇതിപ്പോ 2 മടങ്ങ് കൂട്ടി 2:1 ആക്കി. അപ്പൊ 170. എത്ര കിലോഗ്രാം വന്നു? 3. ഇവിടെ 2 കിലോഗ്രാം, ഇത് കിലോഗ്രാം. അപ്പൊ 55 കിട്ടൂല, 66 സംതിങ് ആയി. ഇനി ഈ 100 പകരം 150 ആണെന്ന് വിചാരിക്കാം. 70, 220 അല്ലെ? രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് ഇത് 3, ഇത് 1. അതായത് ഇതിന്റെ 3 മടങ്ങാണ് ഇത്. ഇത് 1 മടങ്ങ്. 200 കഴിഞ്ഞാൽ 3 + 1 4 കൊണ്ട് ഹരിച്ചു. എത്രയായിരുന്നു? 55. അപ്പൊ കറക്റ്റ് ആണല്ലോ. 3:1. ഇത് 3. അതായത് 50 രൂപ വിലയുള്ള വെളിച്ചെണ്ണ 3 എടുക്കുക, 70 1 എടുക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് 55 കിട്ടും. അടുത്ത ചോദ്യം. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപ, പേനയ്ക്ക് പെൻസിലിനേക്കാൾ 1 രൂപ കൂടുതൽ. പേനയുടെ വില എന്താണ്? ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 12ാമത്തെ ചോദ്യം 20ൽ നിന്ന് 1 കൊടുക്കുക, 19 കിട്ടും. ആ 19ന്റെ പകുതി കാണുക, 9.5. അതിന്റെ കൂടെ 1 കൂട്ടുക, 10.5 ആണ് കൂടുതൽ. എന്നാ പേനക്ക് പെൻസിലും കൂടിയില്ല, പേനക്കാണ് അല്ലെ? അപ്പൊ പേനയുടെ വില 10.5. പെൻസിലിന്റെ വില എത്ര വരും? 9.5. ഓക്കെ. അടുത്തത് 300നും 500നും ഇടയിലുള്ള 7 കൊണ്ട് നിശ്ചയം ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം. 300ന് ശേഷമുള്ള 7 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കണ്ടുപിടിക്കണം. അത് എത്രയാണ്? 301 ആണ് തുടക്കം. ഇനി അവസാന സംഖ്യ ഏതാ? 500 തൊട്ടു താഴെയുള്ള സംഖ്യ 500 അല്ലേ? അതിപ്പം 500നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 7 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 7, 49, 10. അപ്പൊ 1, 71 കുടിക്കണം 7, 497. ഇനി ഈ 497ൽ നിന്ന് 301 കുറക്കുക. കുറച്ച് എന്ത് വരും? 6,
9 അതിനെ 7 കൊണ്ട് ഹരിക്കുക. എത്ര വരും? 28. 28നെ ഇവിടെ 1 കൂടെ കൂട്ടുക. 29 സംഖ്യകളാണ്. 300-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. ഓക്കെ, അടുത്തത് 14ാമത്തെ ചോദ്യം. 60 ഹരിക്കണം 12 പ്ലസ് 3 ഗുണിക്കണം 6 മൈനസ് 20 ഹരിക്കണം 2ന്റെ വില. 60 ഹരിക്കണം 12 പ്ലസ് 3 ഗുണിക്കണം 6 മൈനസ് 20 ഹരിക്കണം 2ന്റെ വില. അത് എഴുതാം. ഇവിടെ 14ാമത്തെ ചോദ്യമാണ്. 60 ഹരിക്കണം 12 പ്ലസ് 3 ഗുണിക്കണം 6 മൈനസ് 20 ഹരിക്കണം 2ന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളതാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം എന്താ? ഹരണം ചെയ്യണം, പിന്നെ ഗുണം ചെയ്യണം, പിന്നെ സങ്കലനം, വ്യവകലനം, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഹരണം 20 ഹരിക്കണം 2 അത് 10. ഇനി ഗുണിക്കണം എന്താ? 3 ഗുണിക്കണം 6 18. ഓക്കെ, ഇനി എന്താ വേണ്ടത്? 12 പ്ലസ് 18 30. 30 മൈനസ് 10 എത്രയാ? 20. 60 ഹരിക്കണം 20. ഉത്തരം 15ാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 31, 6ാം പദം 47, ആദ്യ പദം എത്ര? ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 31. ഇത് 4ാം പദം. അത് നമുക്ക് A4 എന്ന് എഴുതാം. 4ാം പദം 31. പിന്നെ 6ാം പദം A6 എത്രയാ? 47. 5ാം പദം എത്ര വരും? 5ാം പദം 31ഉം 47ഉം കൂടെ കൂട്ടുക. എത്ര? 78. അതിന്റെ പകുതി എത്രയാ? 39. അപ്പൊ നമ്മുടെ സമാന്തര ശ്രേണി എഴുതുമ്പോൾ 31, 39, 47 ഇങ്ങനെയാ പോകുന്നത്. ഇത് 4ാം പദം, 5ാം പദം, 6ാം പദം. അപ്പൊ പൊതു വ്യത്യാസം എത്ര വന്നു? 8 വന്നു. 31 പ്ലസ് 8 39. അപ്പൊ പൊതു വ്യത്യാസം വന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1ാം പദമാണ്. 4ാം പദം എന്ന് പറഞ്ഞാൽ എന്താ? A പ്ലസ് 3D ആണ്. അതെത്രയാ? 31. D എത്രയാ? D 8 3 8 24. അപ്പം 7 കൂടെ എത്ര കൂട്ടിയാലാണ് 31 കിട്ടുക? അതായത് ആദ്യ പദം അത് 7 ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും 5 കുറച്ചതിന്റെ പകുതി 8 ആണ്. സംഖ്യ ഏത്? തിരിച്ചു ചെയ്താൽ മതി ഇതിന്റെ ഉത്തരം. അതായത് 5 കുറച്ചതിന്റെ പകുതി 8 ആണ്. അപ്പം ശരിക്കുള്ള സംഖ്യ എത്രയാ? 5 കുറച്ചതിന്റെ പകുതിയാണ് അല്ലേ? അപ്പൊ അത് പകുതിയാണ് 8. അപ്പൊ ശരിക്കും 8ന്റെ ഇരട്ടി 16. 16 എങ്ങനെയാ കിട്ടിയത്? അത് 3 മടങ്ങിൽ നിന്നും 5 കുറച്ചതാണ്. അപ്പൊ 5 കുറച്ചില്ലെങ്കിലോ 21. ആ 21ന്റെ പ്രത്യേകത എന്താ? ഒരു സംഖ്യയുടെ 3 മടങ്ങാണ്. ഏത് സംഖ്യയുടെ 3 മടങ്ങാണ് 21? 7. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. വക്കുകളുടെ നീളം 6 സെന്റിമീറ്റർ ആയ ഒരു സമുദ്രക്കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തം എന്താണ്? ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള സൂത്രമൊക്കെ ആദ്യം പഠിച്ചു വെക്കുക. അതെന്താ? 4/3 πr ക്യൂബ്. അത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇത് കിട്ടിയാൽ മതി, ഈ ആരം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? വക്കുകളുടെ നീളം 6 സെന്റിമീറ്റർ ആയ ഒരു സമുദ്ര കട്ടയാണ്. ഇത് 6 സെന്റിമീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് മുറിച്ചെടുക്കാവുന്ന ഗോളം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ വ്യാസം 6 സെന്റിമീറ്റർ, ആരം എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ R ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ഇങ്ങനെ വരും. 4/3 π
3 ഗുണിക്കണം 3 ഗുണിക്കണം 3. ഈ 3 പറ്റി 3 9 4 36 പൈ. ഇതാണ് ഇതിന്റെ ഉത്തരം, ഓപ്ഷൻ സി. ഒരു ക്ലോക്ക് 9:20 എന്ന സമയം കാണിക്കുന്നു. ക്ലോക്കിന്റെ പ്രതിബിംബ സമയം എത്ര? പ്രതിബിംബ സമയം കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴിയുണ്ട്. അതെന്താ വെച്ചാല് 18ാമത്തെ ചോദ്യം 11:12 മണിയാണ് ഇതിന്റെ അർത്ഥം. അതിൽ നിന്ന് ഏത് സമയത്തില്ല? 9:20 കുറച്ചാൽ മതി. 9:20 കുറക്കുമ്പോൾ എത്ര വരും? 60 നിന്ന് 20 പോയാൽ 40. പിന്നെ 11 9 പോയാൽ 2. അപ്പോ 2 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. അതാണ് അതിന്റെ പ്രതിബിംബ സമയം. അടുത്ത ചോദ്യം, ഒരു കാർ ഓടിയ ദൂരത്തിന്റെ പകുതി 40 km/മണിക്കൂർ വേഗതയിലും ബാക്കി ദൂരം 60 km/മണിക്കൂർ വേഗതയിലുമാണ് ഓടിയത്. വാഹനത്തിന് ശരാശരി വേഗത മണിക്കൂറിൽ കണ്ടുപിടിക്കുക. ശരി, ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇനി ഉത്തരം കണ്ടുപിടിക്കണം. ഉത്തരം കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. എന്ന് വെച്ചാല് ഇത് രണ്ടും ഒരേ ദൂരാണ്. പകുതിയാണ് 40 കിലോമീറ്റർ. പകുതി എന്ന് പറഞ്ഞാൽ വീണ്ടും സെയിം ദൂരാണ് അല്ലെ? അങ്ങനെ വരുമ്പോ ഇത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യാണ് 2ab by a plus b. 19ാമത്തെ ചോദ്യം, എ ബി എന്ന് പറയുന്നത് 40 60. അപ്പൊ ഇത് വരും 2 ഗുണിക്കണം 40 ഗുണിക്കണം 60 ബൈ 40 പ്ലസ് 60. 40 പ്ലസ് 60 എത്രയാ? 100 ആണ്. അപ്പൊ ഈ 2 0 ഇതും ബാക്കി എന്തുണ്ട്? 24 2 48 കിലോമീറ്റർ പെർ അവർ. അതാണ് ശരാശരി വേഗത. അപ്പുവിന്റെയും അമ്മുവിന്റെയും വയസ്സുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. 15 വർഷം കഴിയുമ്പോൾ അംശബന്ധം 2:3 ആകും. എങ്കിൽ അമ്മുവിന്റെ വയസ്സ് എത്ര? ഇത് കാണാനുള്ള ഏറ്റവും നല്ല വഴി ഈ 4 ഓപ്ഷൻസ് എടുത്തിട്ട് ഇതിന് ഏതാണ് ശരിയാവുക എന്ന് പരിശോധിക്കലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ 20ാമത്തെ ചോദ്യം, അപ്പു അമ്മു. ഇതാണ് അമ്മു. അത് 1:2 എന്ന അംശബന്ധത്തിൽ. അതായത് അമ്മുവിന് 2 ആണെങ്കിൽ അപ്പുവിന്റെ വയസ്സ് 1. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? 30 അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ 30. അപ്പൊ അമ്മുവിന്റെ വയസ്സ് എത്ര? അപ്പുവിന്റെ വയസ്സ് എത്ര വരും? 15. 15 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതെന്താവും? 45 ആവും. ഇതെത്ര വരും? 30 വരും. 45നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 3. 30നെ 5 കൊണ്ട് ഹരിക്കുമ്പോഴോ 2. ചോദ്യം എന്താ? 2:3. അത് കറക്റ്റ് 2:3 കിട്ടിയല്ലോ. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ 30 എന്ന് എടുത്തപ്പോൾ തന്നെ ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്ത ഓപ്ഷൻസിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. ഓക്കെ.